ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ആസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് തീഹാർ ജയിൽ സ്പെഷ്യാലിറ്റീസ്, തീഹാർ ജയിലിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. തീഹാർ ജയിൽ അല്ലെങ്കിൽ തീഹാർ ആശ്രമം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിലും ഏറ്റവും വലിയ ജയിൽ സമുച്ചയവുമാണ് തീഹാർ എന്നത്. പടിഞ്ഞാറൻ ഡൽഹിയിലെ തീഹാർ ഗ്രാമത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറി ജനക്പൂരിലാണ് തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ജയിലിനുള്ളിൽ തന്നെ 9 സെൻട്രൽ ജയിലുകളുണ്ട്. അതും മറ്റൊരു പ്രത്യേകതയാണ്. ഏകദേശം 400 ഏക്കറോളമാണ് ഈ ജയിൽ വ്യാപിച്ച് കിടക്കുന്നത്. അത്ര വലിയ ജയിൽ സമുച്ചയമാണ്. ഡൽഹിയിലെ തന്നെ 3 പ്രധാനപ്പെട്ട ജയിൽ സമുച്ചയങ്ങളിലൊന്നാണ് തീഹാർ എന്നത്. തീഹാറിനെ കൂടാതെ രോഹിണി, മണ്ടോളി എന്നീ പ്രധാനപ്പെട്ട 2 ജയിൽ സമുച്ചയങ്ങളും ഡൽഹിയിലുണ്ട്. ഇത് ഡൽഹി ജയിൽ വകുപ്പിൻ്റെ കീഴിലാണ്. ഡൽഹി ജയിൽ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ജയിലുള്ളത്. ഈ ജയിൽ സമുച്ചയമുള്ളതെന്ന് പറയാം. ഇതിന് ചരിത്രം നോക്കുമ്പോൾ 1957 ഇത് സ്ഥാപിച്ച സമയത്ത് പഞ്ചാബിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഇത്. പിന്നീട് പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. പിന്നീട് 1966 നിയന്ത്രണം ഡൽഹി ജയിൽ വകുപ്പിൻ്റെ കീഴിലേക്ക് വന്നു. 1966. പിന്നീട് 1984 കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ഇന്ന് കാണുന്ന രീതിയിലേക്ക് വരികയും ചെയ്തു 1984. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള തടവുകാർക്ക് വിദൂര വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം പലരും ഇവിടെ നേടുന്നുണ്ട്. 2011 ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചു 2011. അങ്ങനെ തടവുകാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം പലരും നേടുന്നുണ്ട്. 2014 ഇതിനെ തുടർന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പ്രോഗ്രാമിനെ തുടർന്ന് ഏകദേശം 66 തടവുകാരെയാണ് റിക്രൂട്ട് ചെയ്തത് 2014. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. തീഹാർ ജയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിൽ സമുച്ചയവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിലും തീഹാർ ജയിൽ. പടിഞ്ഞാറൻ ഡൽഹിയിലെ തീഹാർ ഗ്രാമത്തിൽ നിന്നും 3 കിലോമീറ്റർ മാറി ജനക്പൂരിലാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.